അന്തർദേശീയ ശ്രദ്ധ നേടിയ പള്ളാവൂരിൽ മെസ്സിയും നെയ്മറും ഇതിനകം ഉയർന്നു കഴിഞ്ഞു. അർജന്റീന ടീമിനെ ഒന്നടങ്കം ഗ്രൗണ്ടിൽ അണിനിരത്തിയാണ് സംഘാടകരുടെ പുതിയ സർപ്രൈസ് ഐറ്റം. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, കഴിഞ്ഞ ലോകകപ്പ് സമയത്ത് വലിയ ഓളം അന്തർദേശീയ ശ്രദ്ധ നേടിയതായിരുന്നു ഇവിടുത്തെ കട്ടൗട്ടുകൾ. ഇപ്പോൾ എന്താണ് വ്യത്യസ്തത ഉള്ളത്? കാണാൻ വേണ്ടി കാഴ്ചക്കാരുൾപ്പെടെ നിരവധി പേർ എത്തുന്നത് നമുക്ക് കാണാം. രേണുക, ഖത്തർ ലോകകപ്പിലെ ഏറ്റവും വലിയ ആവേശ കാഴ്ചയായിരുന്നു ഈ പുള്ളാവൂരിൽ ഉയർത്തിയ മെസ്സിയുടെ കൂറ്റൻ കട്ടൗട്ട്. ഏതാണ്ട് 30 അടി ഉയരമുള്ള കട്ടൗട്ടാണ് കഴിഞ്ഞ തവണ സ്ഥാപിച്ചത്. അത് ആഗോള തലത്തിൽ തന്നെ അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയും മലയാളികളുടെ കളിഭ്രാന്ത് ലോകമെങ്ങും പരക്കുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു. അതിനുശേഷമാണ് ഇത്തവണ പുള്ളാവൂർ പുഴയിൽ പുതിയ ഒരു രീതിയിലെ കട്ടൗട്ടുമായി ഇത്തവണ ഇവിടുത്തെ അർജന്റീന ആരാധകർ രംഗത്തെത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പുഴയുടെ ഒത്ത നടുവിൽ ഒരു ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോമിലാണ് ഇത്തരത്തിൽ അർജന്റീനയുടെ ടീമിനെ ഒന്നടങ്കം അണിനിരത്തിക്കൊണ്ടുള്ള കാഴ്ച കാണാൻ കഴിയുന്നത്. മുൻനിരയിൽ നിന്നുകൊണ്ട് നായകനായ ലയണൽ മെസ്സി ആ ടീമിനെ നയിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജൂലിയൻ അൽവാരസ് അടക്കമുള്ള മറ്റ് തിയാഗോ അൽമാദ അടക്കമുള്ള പ്രധാന താരങ്ങളൊക്കെ തന്നെ ആ 11-ൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന കാഴ്ച. പുഴയുടെ തീരത്ത് നേരത്തെ തന്നെ 2 കട്ടൗട്ടുകൾ ഉയർന്നിരുന്നു. ആദ്യം ഉയർന്നത് നെയ്മറിന്റെ കട്ടൗട്ടാണ്. ഈ പുള്ളാവൂരിലെ ബ്രസീൽ ആരാധകർ ഉയർത്തിയ നെയ്മറുടെ കൂറ്റൻ കട്ടൗട്ട് നമുക്ക് ഒരു വശത്ത് കാണാം. മറുവശത്ത് ഒരു ചെറിയ മെസ്സിയുടെ കട്ടൗട്ടും ഉയർത്തിയിരുന്നു. എന്നാൽ എന്താണ് സർപ്രൈസായി അടുത്തത് വരുന്നത്? ഈ നെയ്മറേക്കാൾ താഴ്ന്നുപോയോ മെസ്സി, അല്ലെങ്കിൽ അതിനേക്കാൾ ആഘോഷം കുറയുന്നു എന്നടക്കമുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായാലും അവർ ആ സർപ്രൈസ് പൊട്ടിച്ചിരിക്കുന്നു. കേരളത്തിൽ എല്ലായിടത്തും ഈ വാൾ പോസ്റ്ററുകളും അല്ലെങ്കിൽ കട്ടൗട്ടുകളും ഉയർത്തുമ്പോൾ മെസ്സിയുടെ ആരാധകർ അല്ലെങ്കിൽ അർജന്റീനയുടെ ആരാധകർ സാക്ഷാൽ അർജന്റീനിയൻ ടീമിനെ തന്നെയാണ് ഇവിടെ അണിനിർത്തിയിരിക്കുന്നത്. നമുക്കൊപ്പം ഇവിടുത്തെ ഈ അർജന്റീനയുടെ ആരാധകരുണ്ട്. കഴിഞ്ഞ തവണ വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറിയതാണ് നിങ്ങളുടെ കൂറ്റൻ കട്ടൗട്ട്. ഇത്തവണ അതുക്കും മേലെയാണ് അല്ലെ? ഇത്തവണ അതുക്കും മേലെ അത്ഭുതം സൃഷ്ടിക്കും. അടുത്ത തവണ ഇതിലും വലുതായിരിക്കും വരിക. കഴിഞ്ഞ തവണത്തെ വലിയ ശ്രദ്ധാകേന്ദ്രമായി ലോകമൊത്തം അല്ലെ? നിങ്ങളുടെ നാടിന്റെ പേര് തന്നെ ഉയരുന്ന രീതിയിലായിരുന്നു. ഇപ്രാവശ്യം അർജന്റീന കൊണ്ടുപോകും, യാതൊരു സംശയമില്ല. അതിന് ഇവിടെ എല്ലാം അർജന്റീനക്കാരാണോ? അധികം അർജന്റീനക്കാർ തന്നെയാണ്. ബ്രസീലിലെ ആൾക്കാരുണ്ട്, ഇല്ലാതില്ല. ബ്രസീലിലെ ആളുകളുണ്ട്. ആര് എന്ത് കഴിഞ്ഞ തവണ വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറി. അന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു അത് ഇത്ര ലോകമൊത്തം? അന്ന് പ്രതീക്ഷിച്ചില്ല, പക്ഷെ ഇന്ന് ചെറിയ നമ്മൾ പ്രതീക്ഷയോടാണ് ചെയ്തിരിക്കുന്നത്. ഈ കട്ടൗട്ട് മാറ്റി ഇത് ആരുടെ ഐഡിയ ആണ്? ഇത് നമ്മള് പഴയ ചെയ്ത ആള് തന്നെ. ഇതിപ്പോ എല്ലാ ടീമുകളും ഉണ്ട്, എല്ലാ ടീമുകളും എല്ലാവരും ഉണ്ട്. എല്ലാവരും സ്കോഡാണ്. കഴിഞ്ഞ തവണ ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി അതുപോലെ ഇല്ലല്ല, ഇപ്രാവശ്യം അതിനനുസരിച്ചുള്ള രീതി എല്ലാരും കൂട്ടായ്മയായിട്ട് പോലെ. കഴിഞ്ഞ തവണ ആളുകൾ കാത്തിരിക്കുമായിരുന്നു. ഇത്തവണ നിങ്ങൾ എന്താണ് ചെയ്യുക? സർപ്രൈസ് ആയിരുന്നു. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നതാണ് പലരും പല സ്ഥലത്തും പിള്ളേർക്കാരെ മുകളിൽ എന്ത് വെക്കാന്നുള്ളത് വെച്ചിട്ടാണ് പലരും ഇപ്രാവശ്യം കട്ടൗട്ട് വെച്ചേക്കുന്നത്. ഇത് ആരും വിചാരിക്കാത്ത സർപ്രൈസ് ആയിട്ട് 11 പ്ലേയേഴ്സിന്റെ കട്ടൗട്ട് വെച്ച് ഉഷാറാക്കി നമ്മള്. ഒരു പലയിടത്തും ഉണ്ട്. കേരളത്തിലല്ല ലോകത്ത് എവിടെയും വെക്കാത്തൊരു സംഭവമാണ് ഇതിപ്പോ വെച്ച്. ഇതിപ്പോ എല്ലാ പ്ലേയേഴ്സിനും വന്ന് സർപ്രൈസ് ആയിട്ട്. ഇത്തവണത്തെ സാധ്യതകൾ എങ്ങനെയാണ്? അർജന്റീന ഇത്തവണ സാധ്യതയുണ്ട്. നമ്മൾ ഫ്രീ മൈൻഡ് ആണ്. ഡിഫെൻഡ് ചെയ്ത് നമ്മൾ തന്നെ കൊണ്ടുപോകും. നല്ല സ്കോഡ് ഉണ്ട്. എന്തായാലും കപ്പടിക്കാൻ ചാൻസ് കൂടുതലാണ്. രേണുക, അതാണ് ഇവരുടെ ആവേശം. എല്ലാവരും ചോദിക്കായിരുന്നു പുള്ളാവൂരുകാർ ഇത്തവണ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ അവർ ഉയർത്തിയ കൂറ്റൻ കട്ടൗട്ട് ലോകമൊത്തം പരക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തവണ എന്ത് ചെയ്യും എന്നൊരു ചോദ്യം എല്ലായിടത്തും ഉയർന്നിരുന്നു. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഈ ഓരോ ഇടത്തും ഓരോ അടി വീതം അല്ലെങ്കിൽ 5ഉം 10ഉം അടി വീതം ഉയരം കൂടുതലുള്ള കട്ടൗട്ടുകളാണ് ഉയരുന്നത്. അതിൽ നിന്നാണ് ഇത്തവണ മാറ്റം വന്നത്. നമുക്കിപ്പോ കുറച്ച് കുട്ടിയാരാ? നിങ്ങളൊക്കെ ഏത് ടീമിന്റെ ആൾക്കാരാ? അർജന്റീന. ആണോ? അർജന്റീന. ഇത് ഭയങ്കര രസമുണ്ടോ? എങ്ങനെ തോന്നി? നല്ല രസമുണ്ട്. കഴിഞ്ഞ തവണത്തെയോ? അതിനേക്കാൾ അതിനേക്കാൾ രസമാണ് ഇത്തവണ. നിങ്ങളൊക്കെ ഏത് ടീമാ? അർജന്റീന. ഇവിടെ എല്ലാം അർജന്റീനക്കാരാണോ? എങ്ങനെയുണ്ട്? കൊള്ളാവോ കാണാൻ?
ഇതാണ് അർജന്റീനയുടെ ആരാധകരാണ് ഈ കുട്ടികളൊക്കെ. എന്തായാലും വളരെ മാതൃകാപരമായ, കാരണം ഒരു കൂട്ടായ്മ ലോകകപ്പ് തുടങ്ങുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ആരംഭിക്കുന്നു, പിന്നീട് പണമൊക്കെ സമാഹരിക്കുന്നു. ഏത് രീതിയിലുള്ളൊരു മാതൃകയാണ് ഇത്തവണ ഉയർത്തേണ്ടത് എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. ഏറ്റവും ഒടുവിൽ ആവേശമായി ഇത് ഉയർത്തുന്നു. നമുക്ക് കാണാം ഈ പുഴയുടെ വശത്തെ പാലത്തിൽ നിറഞ്ഞു കവിഞ്ഞ് ആളുകൾ നിൽക്കുന്ന ഒരു കാഴ്ച. ഇന്ന് ഇത് കാണാൻ വേണ്ടി തന്നെ പലയിടങ്ങളിൽ നിന്നായി ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. ഇനി വരും ദിനങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ നൂറുകണക്കിന് ആളുകളാവും ഈ വെള്ളത്തിലെ അർജന്റീനൻ ടീമിനെ കാണാനായി, ലയണൽ മെസ്സിയെയും അവരുടെ സംഘത്തെയും കാണാനായി ഈ പുല്ലാവൂർ പുഴയുടെ പാലത്തിന് അടുത്തേക്ക് എത്തുക. രേണുക, സനീഷ് കുമാറാണ് അവിടെ നിന്നും ഈ ആവേശ കാഴ്ച പങ്കുവെക്കുന്നത്. കഴിഞ്ഞ തവണ മെസ്സിയുടെ 30 അടിയുള്ള കൂറ്റൻ കട്ടൗട്ട് വെച്ചതോടുകൂടി അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ പുള്ളാവൂരിലാണ് ഇപ്പോൾ അർജന്റീനയുടെ മുഴുവൻ സ്ക്വാഡും നിരന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ ആ മെസ്സിയുടെ കൂറ്റൻ കട്ടൗട്ട് അവരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരുന്നു. ഇനി ഇതും ആ രീതിയിൽ ഏറ്റെടുക്കുമോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ ഫുട്ബോൾ, ഈ ലോകകപ്പ് ഫുട്ബോളിന് ആവേശം കുറവാണ് കേരളത്തിൽ എന്നതൊക്കെ ഇങ്ങനെ ചർച്ചയായി വരികയാണ്. അത് മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ആവേശം വാനോളം ഉയർത്തിക്കൊണ്ട് അവിടെ വലിയ സർപ്രൈസ് അത് മറനീക്കിയിരിക്കുന്നത്. പുള്ളാവൂരിൽ ആവേശക്കാഴ്ച കാണാൻ ആരാധകർ ഉൾപ്പെടെ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എം എസ് സനീഷ് കുമാറാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്.